എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോ അവനിപ്പോൾ ഫൈനൽ എക്സാമിൽ പങ്കെടുക്കാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് വരികയാണ്. ഉടനെ ഷിക്കട പറയും, നീയാണ് ഞങ്ങളുടെ അഭിമാനം, ഒരു കാരണവശാലും നീ ഈ ബാറ്റിൽ തോക്കാൻ പാടില്ല. അതിനവൻ പറയും, ഇല്ല, ഈ ബാറ്റിൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞ് മത്സരിക്കാനായി ഗ്രൗണ്ടിലേക്ക് വരും. ഉടനെ മെറ്റല്ലി, ഇതാണ് അവസാനത്തെ മത്സരം, ഷിങ്കി, ആരടാ, ബൊറൂട്ടോ, അവര് 3 പേരും ഇപ്പൊ ഏറ്റുമുട്ടാൻ പോവാണെന്ന് വിളിച്ചു പറയും. എല്ലാവരും ശ്വാസമൊക്കെ അടക്കി പിടിച്ച് ഇപ്പോ അവരുടെ മത്സരം കാണാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. വിസിൽ നീട്ടി അടിക്കും. അടുത്ത സെക്കൻഡ് ഷിങ്കി അവന്റെ അയൺ സാൻഡ് ഉപയോഗിച്ച് സാരഡയെയും ബൊറൂട്ടോയും ഓറഞ്ചം പൊറഞ്ച് അറ്റാക്ക് ചെയ്യാണ്. ഡാർവിക്കാണെങ്കിൽ അത് കണ്ട് കൺഫ്യൂഷൻ ആവും, ഇവൻ എന്തായി ചെയ്യണേ? അറ്റേ ടൈം 2 പേരെയും ഇവൻ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാണോ? ഉടനെ ചോച്ചര ഗാരയോട് ചോദിക്കും, നിന്റെ മകന് ഇത്രയും പവറുണ്ടോ? അറ്റേ ടൈം 2 പേരെയൊക്കെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ അതിനാവോ? ഗാരയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മറുപടി പറയാതെ ഫൈറ്റ് നോക്കിയിരിക്കും. ഇവിടെ ഷിങ്കി ആണെങ്കിൽ ഇപ്പൊ വീണ്ടും അവന്റെ മെറ്റൽ പവർ അത് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് അറ്റേ ടൈം 2 പേരെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയും. സാരഡയും ബൊറൂട്ടോയും അവർ 2 പേരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടു വരും. സാരഡ പറയും, ബൊറൂട്ടോ അവന് ഭയങ്കര പവറാണ്, സോ നമ്മൾ 2 പേരും കമ്പൈൻ ആയിട്ട് വേണം അവനെ നേരിടാൻ. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ അതൊരു ഡബിൾ ഓക്കെയാണ്. ഇവനാണ് മീറ്റ്സിയെ തോൽപ്പിച്ചവൻ. നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്ന് നമ്മുടെ ഗ്രാമത്തിലുള്ളവരെ തോൽപ്പിച്ച് ജയിച്ചു പോകാനായിട്ട് ഇവനെ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആരുടെയും ബൊറൂട്ടോയും അവർ 2 പേരും ഇപ്പൊ കമ്പൈൻ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. ഉടനെ ഷിങ്കി പറയും, നിങ്ങൾ 2 പേരും എനിക്കെതിരെ ഫൈറ്റ് ചെയ്താലും കാര്യമില്ല, എന്റെ സാൻഡ് പവറിന് മുൻപിൽ നിങ്ങളുടെ ഒന്നും പവർ അതൊരു പവറേ അല്ല എന്ന് പറയും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് കലിയിളകും. അവനുടനെ അവന്റെ 4 ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് വമ്പ സ്പീഡിൽ ഷിങ്കിക്ക് ചുറ്റും അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഓടുന്തോറും അവൻ പേപ്പർ ബോംബുകൾ ഷിങ്കിക്ക് നേരെ വലിച്ചെറിയാണ്. കറക്റ്റ് സമയത്ത് സാരഡ അവൾ ഫയർ ബോൾ ജിപ്സ് ഉപയോഗിച്ച് ആ പേപ്പർ ബോംബിൽ അടിക്കും. ഫയർ ബോളും പേപ്പർ ബോംബും അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ഷിങ്കിയുടെ അടുത്ത് നിന്ന് പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. വാവ്, അടിപൊളി. സാരഡയ്ക്കാണെങ്കിൽ ഷിക്കമരുവിനാണെങ്കിൽ ആ ഒരു അറ്റാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. നമ്മുടെ പിള്ളേര് അവർ ഉഷാറാണ്. അപ്പോഴായിരിക്കും ഇവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ്. ഷിങ്കി അവനാണെങ്കിൽ ഇൻസാൻഡ് ഉപയോഗിച്ച് അങ്ങനെ 2 കൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലവൻ അവനെ തന്നെ സേവ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവൻ അയണിലേക്ക് ലൈറ്റ്നിങ് പവർ കൊണ്ടുവരും. ആ പവർ കണ്ട് ഗാറ പറയും, ഇത് ഷിങ്കിയുടെ ഒരു സ്പെഷ്യൽ പവറാണ്. അതേ സമയത്ത് ഇതുപയോഗിച്ച് അവനെ കൊണ്ട് റെസിസ്റ്റ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും കഴിയും. അതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത നിമിഷം അവന്റെ അറ്റാക്ക് അത് നമ്മുടെ ആൾക്കാർക്ക് നേരെ വീഴാണ്. ബൊറൂട്ടോ അവന്റെ ക്ലൗൺ വെച്ച് സാരഡയെ സേവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അപ്പോഴേക്കും ബൊറൂട്ടോയെ ആ അയൺ കൈ അത് അറ്റാക്ക് ചെയ്യാണ്. സാരഡ ആണെങ്കിൽ അവളുടെ ശരീരം കണ്ണൊക്കെ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഷിങ്കി അവൻ അവളെ പിടിച്ചു വലിച്ച് ഇപ്പൊ അറഞ്ചം പുറഞ്ചം തല്ലാൻ തുടങ്ങും. അടുത്ത നിമിഷം അതേ കൈ ചുരുട്ടി അവൻ സാരഡയെയും ദൂരേക്ക് ഇടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. അവളുടെ ഫ്രണ്ട്സിനാണെങ്കിൽ അത് കാണുമ്പോൾ ഒത്തിരി പേടിയാവും. പക്ഷെ ക്ലാസ് റെപ്പ് പറയും, ിക്കേണ്ട ആവശ്യമില്ല, സാരഡ അവൾ ഇതിലൊന്നും തോറ്റു പിന്നോട്ട് പോവില്ല. സാരഡ പതിയെ എഴുന്നേറ്റ് ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. അത് അയൺ സാൻഡ് ആണ്. അവ മാഗ്നറ്റിക് പവറും ലൈറ്റ്നിങ് പവറും എല്ലാം വെച്ചാണ് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാരഡ പറയും, നീ മീറ്റ്സിയുടെ ഫൈറ്റ് അത് ശ്രദ്ധിച്ചു കണ്ടില്ലായിരുന്നോ? അവന് ലൈറ്റ്നിങ് ഫോഴ്സ് ഉപയോഗിച്ച് ഇവൻ അറ്റാക്ക് ചെയ്തിരുന്നു. പക്ഷേ അവന്റെ സാൻഡിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. അങ്ങനെ അവർ 2 പേരും ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. അതിനുശേഷം നറൂട്ടോ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് കയ്യിൽ ശരീരം എടുക്കും. അതിലേക്ക് ലൈറ്റ്നിങ് പവർ അതങ്ങനെ ആഡ് ചെയ്യാണ്. ആ സമയത്ത് സാരഡ അവള് വലിയൊരു ഫയർ ബോള് അത് ക്രിയേറ്റ് ചെയ്യും. ബൊറൂട്ടോയുടെ ഷുരീങ്കൻ അതാ ഫയർ ബോളിൽ കൊണ്ട് വമ്പം ഫോഴ്സില് ലൈറ്റ്നിങ്ങും ഫയറും ഷുരീങ്കനും എല്ലാം തന്നെ ഷിങ്കിക്ക് നേരെ പറന്നു വരാണ്. പക്ഷെ എന്താ, ഷിങ്കി അവന്റെ ഒറ്റ കൈകൊണ്ട് ആ ഒരു പവർ മുഴുവൻ അബ്സോർബ് ചെയ്തെടുക്കും. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ചിരി വരും. ഇതൊന്നും എന്റെ മുൻപിൽ ഫലിക്കില്ല. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവന്റെ കൈകൾ ഉപയോഗിച്ച് സാരഡയെയും ബൊറൂട്ടോയെയും അവന്റെ കയ്യിൽ ലോക്ക് ചെയ്ത് പിടിക്കും. ഇവിടെ ഹൊക്കാഗമാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഒറ്റ ഒരു നിഞ്ച സ്റ്റുഡന്റ് അവനിപ്പോ 2 പേരെ ഈസി ആയിട്ട് ലോക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചുനിൻ എക്സാം അത് സാൻഡ് വില്ലേജ് തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞ് അവർ ഉറപ്പിച്ചു നിൽക്കും. ഷിങ്കി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോട് പറയും, എന്റെ പപ്പയ്ക്ക് നിങ്ങളുടെ വില്ലേജിനെ കുറിച്ച് 100 നാവാണ്. നീ ആ ഹൊക്കാഗയുടെ മകനല്ലേ? നിന്നെ തന്നെ തോൽപ്പിച്ച് എനിക്ക് നിങ്ങളുടെ വില്ലേജ് ഒരു ബിഗ് സീറോ ആണെന്ന് കാണിച്ചു കൊടുക്കണം. നിങ്ങളൊന്നും ഞങ്ങളുടെ മുൻപിൽ ഒന്നും അല്ല എന്ന് എനിക്ക് തെളിയിക്കണം. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ വേറെ വഴിയില്ല. അവന്റെ കൈ ഉയർത്തി ആ സയന്റിഫിക് നിഞ്ച ടൂള് അതിപ്പോ ഉപയോഗിക്കാനായിട്ട് റെഡിയാവും.
ദൂരത്തുനിന്നായിട്ട് കട്ടാസ്കി ഡോക്ടർ ആളും ഇപ്പോ ബൊറൂട്ടോ ആ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് കാണാനായി കൊതിച്ചു നിൽക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ലൈറ്റ്നിങ് പവർ എടുക്കും. സാരഡ അവള് ഫയർ ബോൾ ഉപയോഗിക്കും. ആ 2 അറ്റാക്കും കൈകളിൽ പതിച്ച് അവർ രണ്ടുപേരും കൈവിട്ട് താഴെ വീഴും. സാരഡയ്ക്കാണെങ്കിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ പവറില്ല. ബൊറൂട്ടോ ആണെങ്കിൽ ആ ഡിവൈസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഷിങ്കയെ കാണുക. അവൻ 2 വലിയ ചിറകൊക്കെ വിരിച്ച് അവന്റെ ഫൈനൽ മൂവ് അത് നടത്താനായി തയ്യാറായി കഴിഞ്ഞു. അവന്റെ 2 ചിറകുകളും അതങ്ങനെ വീശി അടിക്കുകയാണ്. ചിറകുകൾക്കിടയിലുള്ള ആ സാൻഡ് തൂവല് അതൊരു ഷാർപ്പ് വെപ്പനാക്കി മാറ്റി സാരഡയ്ക്ക് നേരെ അങ്ങനെ തെറിപ്പിച്ചു വിടും. സാരഡ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓരോ ഭാഗത്തേക്ക് ഓടുമെങ്കിലും ആ ഷാർപ്പായിട്ടുള്ള ഫെദേഴ്സ് അതിപ്പോ അവളുടെ ബോഡിയിലൂടെ അങ്ങനെ കയറി ഇറങ്ങും. ചോര തുളുമ്പി ദേഹാസകലം വരിഞ്ഞു മുറുകുന്ന വേദനയിൽ അവൾ നിലവിളിക്കും. അവന്റെ ആ ഒരു സ്ട്രോങ് അറ്റാക്കില് സാരഡ അവള് തെറിച്ചുപോയി അടിച്ചു വീഴും. പിന്നെ അവൾക്ക് അനക്കമുണ്ടാവില്ല. ലീ ഓടി വന്ന് ഇപ്പൊ സാരഡയെ ചെക്ക് ചെയ്യും. അവൾ ഓൾറെഡി തോറ്റുപോയിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് ബൊറൂട്ടോയും ഷിങ്കിയുമാണ്. അവർ രണ്ടുപേരും ഇപ്പൊ ഫൈറ്റിനായി തയ്യാറായി കഴിഞ്ഞു. ഷിങ്കി പറയും, നിങ്ങളുടെ ഗ്രാമത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ലോർഡ് 7 മാത്രമാണ്. ബാക്കി ആർക്കും പ്രത്യേകിച്ച് യാതൊരു കഴിവോ ഗുണങ്ങളോ ഒന്നുമില്ല. നിന്നെ ഈ ബാറ്റിൽ ഞാൻ തോൽപ്പിച്ച് അത് ഞാൻ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുമെന്ന് അവൻ പറയും. ബൊറൂട്ടോ പതിയെ ഇപ്പോ ബൊറൂട്ടോ സ്ട്രീമും അതിന്റെ മേലെ ലൈറ്റ്നിങ് പവറൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഷിങ്കി ആണെങ്കിൽ അത് കണ്ട് അവന്റെ അയൺ സാൻഡ് അതൊരു കൂർത്ത വെപ്പനാക്കി ബൊറൂട്ടോയ്ക്ക് നേരെ അയക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ പവർ വെച്ച് ഇപ്പൊ അയൺ സാൻഡ് അത് കുറേശ്ശെ അങ്ങനെ ബ്രേക്ക് ആക്കുകയാണ്. കട്ട് ചെയ്ത ബൊറൂട്ടോ അവന്റെ ഫ്രണ്ട്സ് അവന്റെ പാരന്റ്സ് എന്നിങ്ങനെ എല്ലാവരും അവനെ വിഷ് ചെയ്ത് വിട്ടതും അവർ ബൊറൂട്ടോയുടെ മേലെ വെച്ച പ്രതീക്ഷയും അതെല്ലാം തന്നെ ഒന്നൊന്നായിട്ട് ആലോചിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഷിക്കടയ്ക്ക് കൊടുത്ത പ്രോമിസൊക്കെ ഓർത്ത് വീണ്ടും അവന്റെ ഫോഴ്സ് ആ റാഡിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അപ്പോഴായിരിക്കും അവനൊരു കാര്യം തിരിച്ചറിയുക. അവന്റെ പവർ അത് കുറേശ്ശെ കുറയാണ്. അപ്പൊ കൊനഹുമാര് പറഞ്ഞ കാര്യം അവൻ ഓർമ്മ വരും. നിനക്കിപ്പോ പവർ കുറവാണ്. ഒരുപാട് ട്രെയിനിങ്ങും പ്രാക്ടീസൊക്കെ എടുത്ത് നീ നിന്റെ എബിലിറ്റി അത് കൂട്ടണം. അതിനുശേഷം ബൊറൂട്ടോ അവൻ നറൂട്ടോയെ കുറിച്ച് ആലോചിക്കും. അവൻ അവസാനമായിട്ട് നറൂട്ടോയുടെ കൈ തൊട്ട് ഒരു പ്രോമിസ് പോലും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ബൊറൂട്ടോ അവൻ ആ നിഞ്ച ടൂൾ യൂസ് ചെയ്ത് പർപ്പിൾ ലൈറ്റ്നിങ് പവർ അതാ റാഡിലേക്ക് ആഞ്ഞടിപ്പിക്കുകയാണ്. ഒരു സെക്കൻഡ് എല്ലാവരും അത് കണ്ട് ഫ്രീസായി പോവും. സെക്കൻഡുകൾ കൊണ്ട് അയൺ സാൻഡ് അത് മുഴുവനായിട്ടും തകർത്ത് ഒരൊറ്റ ഇടി കൊടുക്കും ഷിങ്കിയുടെ നെഞ്ചിൽ തന്നെ. ആ ഒരു ഇടിയില് അവന്റെ അയൺ സാൻഡ് മുഴുവനായിട്ടും നശിച്ച് അവൻ തോറ്റ് താഴെ വീഴും. റോക്ക്ലി വിളിച്ചു പറയും, ബൊറൂട്ടോ ഉസുമാക്കി അവനാണ് ഈ ചൊനിയൻ എക്സാമിലെ ചാമ്പ്യൻ. അത് കേൾക്കേണ്ട താമസം ലീഫ് വില്ലേജും ബാക്കിയുള്ള വില്ലേജിലെയും എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനായിട്ട് തുടങ്ങും. ഇവാബെ ടീം, ഷിക്കഡ ടീം, ഹേമാരി അങ്ങനെ എല്ലാവരും ഇപ്പൊ ബൊറൂട്ടോയുടെ വിജയം അത് ആഘോഷിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ കൈയൊക്കെ വീശി കാണിക്കും. പക്ഷെ നറൂട്ടോ അവൻ ഒരുപാട് സാഡായി തല കുനിച്ച് അവിടുന്ന് നടന്നു പോവാണ്. നറൂട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ അവന്റെ കൈ നീട്ടി തംസ പഠിക്കാൻ നോക്കുകയാണ്. അതിന് നറൂട്ടോ അവന്റെ കൈ പിടിച്ച് വലിച്ച് ആ നിഞ്ച ടൂള് ഇപ്പൊ എല്ലാവർക്കും മുൻപിൽ കാണിച്ചു കൊടുക്കും. നറൂട്ടോ വിളിച്ചു പറയും, ആരും ഒരു കാരണവശാലും ജൂനിയൻ എക്സാമില് ഇതുപോലുള്ള ടൂൾസ് അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ എക്സാമിൽ നിന്ന് ഫെയിൽ ആവും. അത് കേട്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഷോക്ക് ആവുകയാണ്. നറൂട്ടോയെ ഉടനെ ഇപ്പൊ എക്സാമിൽ നിന്ന് അവർ ഡിസ്ക്വാളിഫൈ ചെയ്യാണ്. കാഗാസ് എല്ലാവരും ഇപ്പൊ ബൊറൂട്ടോയെ നോക്കി കുറ്റപ്പെടുത്താൻ തുടങ്ങും. അവൻ നറൂട്ടോയുടെ മകനല്ലേ, അവന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ലായിരുന്നു. ഷിക്കടയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവൻ ടെൻഷനായിട്ട് ഇപ്പൊ ബൊറൂട്ടോയെ വിളിക്കും. അവിടെ കൂടിയിരുന്ന ജനങ്ങൾ മുഴുവൻ ഇപ്പൊ ബൊറൂട്ടോയെ നോക്കി കളിയാക്കുകയാണ്. നറൂട്ടോ അവനാണെങ്കിൽ ബൊറൂട്ടോയുടെ തലയിലുണ്ടായിരുന്ന ആ ഹെഡ് ബാൻഡ് അതങ്ങനെ ഊരിയെടുക്കുകയാണ്. ഇനി നീ നിഞ്ചയാവാൻ പോലും യോഗ്യതയില്ലാത്തവനാണ്. നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ മാൻഷനിലേക്ക് വരണം. എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. അതിന് ബൊറൂട്ടോ ദേഷ്യപ്പെട്ട് പറയും, ഇതിനെല്ലാ കാരണക്കാരൻ പപ്പയാണ്. എനിക്ക് പപ്പയോട് ഒന്നും സംസാരിക്കാനില്ല. ആ ഗ്യാപ്പില് ഇപ്പൊ ഡോക്ടർ അവിടേക്ക് വരും. ഡോക്ടർ പറയും, ബൊറൂട്ടോ യൂസ് ചെയ്ത ആ ഒരു സയന്റിഫിക് നിഞ്ച ടൂള് അത് കണ്ടുപിടിച്ചത് ഞാനാണ്. നിങ്ങൾക്ക് 5 വില്ലേജിനും ഈ ഒരു നിഞ്ച ടൂള് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. നറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവനിപ്പോ ആ ഡോക്ടറിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ബൊറൂട്ടോയ്ക്ക് അത് കാണുമ്പോഴായിരിക്കും മനസ്സിലാവുക ആ ഡോക്ടർ അവനെ യൂട്ടിലൈസ് ചെയ്യായിരുന്നു. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ വില്ലന്മാര് അവരാണെങ്കിൽ അവിടേക്ക് ഹായായിട്ട് വരികയാണ്. അവരെ കണ്ട് നറൂട്ടോ അവനങ്ങനെ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.